മോൾക്ക് പെട്ടെന്നൊരു തോന്നലാണ് കേട്ടോ ബിരിയാണി വേണമെന്ന്. അപ്പോൾ അതേ അച്ഛൻ വരുമ്പോൾ അവൾക്ക് ബിരിയാണി വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വെയിറ്റിംഗ് ആയിരുന്നു. പിറ്റത്ത് ചേട്ടൻ വരണ വരെ കാത്തിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അത്ര നേരം നമ്മുടെ സെറ്റിയുടെ പില്ലോ അവിടെ നിലത്ത് കിടന്നു. അപ്പോൾ അത് ചേട്ടൻ വന്ന വശം അത് കണ്ടപ്പോൾ അത് കാലുകൊണ്ട് തെറിപ്പിക്കുകയാണ്. ഫുട്ബോൾ കളിക്കുകയാണ് അച്ഛനും മോളും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഞാൻ എൻ്റെ സന്ധ്യയായി. അപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് തറവാട് വരെ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പിള്ളേരൊന്നുമില്ല കേട്ടോ, അവർക്ക് പരീക്ഷയുള്ള കാരണം ഇപ്പോൾ ഈ നേരത്തൊന്നും വരാറില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോകാൻ. അപ്പോൾ അതേ പോണ വഴിയിൽ നിറയെ ബോഗൻവില്ലാസ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാണ് ആ ബോഗൻവില്ല നിൽക്കുന്നുണ്ട് പറയുമ്പോൾ ചേട്ടൻ പറയാം കടലാസ് പൂവാണ് കേട്ടോ എന്ന് പറയുക. അപ്പോൾ അതേ അവിടെ ചെത്തിയപ്പോൾ കണ്ണൻ്റെ അംഗൻവാടിയിലെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ കണ്ണനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കളിച്ച് കാണിച്ചു തരുന്നത്. കണ്ണൻ കളിക്കില്ല പറഞ്ഞിട്ട് അത് അവിടെ ഒളിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതേ വീട്ടിലേക്ക് വന്നു. പിന്നെ നമുക്ക് സൂമ്പ തുടങ്ങേണ്ട നേരമായിട്ട് അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1 മാസമായിട്ട് നമ്മുടെ സൂമ്പ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂമ്പ പെട്ടെന്ന് കൂട്ടുകാരും എല്ലാവരും കൂടി വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടുകാരി നമുക്ക് പാതി നോമ്പായല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. പച്ചരിയും ഉഴുന്നും ജീരകവും ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട് ഒരു അപ്പാട്ടം നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കണ പോലെ അതിനൊരു കുറുക്ക് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതിൽ മുക്കിയിട്ട് വേണം അത് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരൊക്കെ പോയതിന് ശേഷം മേലൊക്കെ കഴുകി. പിന്നെ ഞാനൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ഒരു കഷ്ണം പുട്ട് കാലത്ത് ഉണ്ടാക്കിയത് കാസ്ട്രോൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിച്ചക്ക തോരനും മാങ്ങച്ചാറും കൂട്ടിയിട്ട് കാസ്ട്രോളിലെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേ നമുക്ക് പുട്ടൊക്കെ വൈകുന്നേരം കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.